ഇന്നലെയും ഇന്നുമായി രാഷ്ട്രീയ കേരളം പ്രധാനമായി ചർച്ച ചെയ്യുന്നത് EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച തന്നെയാണ്. പോളിംഗ് ദിവസമായ ഇന്നലെ തന്നെ ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തി എന്ന് EP ജയരാജൻ വെളിപ്പെടുത്തുന്നത്, അങ്ങനെ വെളിപ്പെടുത്തിയത് അത് CPM-നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പോരാത്തതിന് പ്രതിപക്ഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളും ശക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-ന് നടപടിയെടുത്തേ മതിയാകൂ. EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം നഷ്ടമാകുമോ, അതോ ജയരാജൻ സ്വയമേ ആ സ്ഥാനം ഒഴിയുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും മറ്റന്നാൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണ് പ്രധാനമായും യോഗം ചേരുന്നത്. പക്ഷേ അവിടെ ജയരാജൻ വിവാദവും ഉറപ്പായും ചർച്ച ചെയ്യപ്പെടും. പാർട്ടിക്കുള്ളിൽ തന്നെ, CPM-നുള്ളിൽ തന്നെ ജയരാജനെ വിമർശിച്ചാൽ മാത്രം പോരാ, ഒരു മുന്നറിയിപ്പ് നൽകിയാൽ പോരാ, കടുത്ത നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലും ശക്തമായിട്ടുണ്ട്. എന്താകും ജയരാജന്റെ കാര്യത്തിൽ സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അജംസിന് എന്ത് തോന്നുന്നു? ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമോ ജയരാജനെതിരെ? അല്ല, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് അതിനിശ്ചിതമായ ഭാഷയിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാധാരണ രീതിയിൽ EP ജയരാജൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയാണ് CPM-ൻ്റെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ അല്ല. പൊളിറ്റ് ബ്യൂറോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. കേന്ദ്ര കമ്മിറ്റിയാണ് സംഘടനാപരമായ അവരുടെ ഏറ്റവും ഉയർന്ന ബോഡി. അപ്പോൾ ആ ഉയർന്ന ബോഡിയിൽ അംഗമായ EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റി അംഗവും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി സെൻഷർ ചെയ്യുകയാണ്, വ്യക്തിപരമായി തന്നെ വിമർശിക്കുകയാണ്. ആ വിമർശിക്കുന്ന പോയിന്റ് എന്താണ്? ഈ ജാവ്ദേക്കർ കണ്ടു എന്നുള്ളതല്ല പോയിന്റ്, പകരം മറ്റേ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള സൗഹൃദമാണ്. ഈ ദല്ലാൽ നന്ദകുമാറായിട്ടുള്ള സൗഹൃദം പല കാരണങ്ങളാൽ പിണറായി വിജയന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഒന്ന്, മുമ്പ് VS പിണറായി ഗ്രൂപ്പ് പോരത്തിൻ്റെ കാലത്ത് VS പക്ഷത്തോടൊപ്പം നിന്ന് പിണറായിക്കെതിരെ യുദ്ധം നയിച്ച ഒരാളാണ് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുമായി എങ്ങനെയാണ് EP ജയരാജന് ബന്ധം വരിക? ഇപ്പോൾ EP ജയരാജൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ്റെ ഏതെങ്കിലും അഭിപ്രായത്തിന് എതിർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ എതിർക്കുകയോ നയപരമായോ അല്ലാതെയോ രാഷ്ട്രീയമായോ എന്തെങ്കിലും രീതിയിൽ പാർട്ടിക്കകത്ത് എതിർക്കുകയോ ചെയ്യുന്ന ഒരാളല്ല EP ജയരാജൻ. അപ്പോൾ EP ജയരാജനെ കുറിച്ച് കേരളത്തിൽ മൊത്തത്തിലുള്ള പെർസെപ്ഷൻ എങ്ങനെയാണ്? പാർട്ടിയുടെ ഒരു മികച്ച ഫണ്ട് റൈസർ, പാർട്ടി സ്ഥാപനങ്ങളുടെ മാനേജർ എന്നതിനപ്പുറം അദ്ദേഹം ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ മികച്ച സംഘാടകൻ, അതും കൂടി പറയാം. കാരണം അദ്ദേഹം DYFയുടെ പ്രഥമ ദേശീയ പ്രസിഡൻ്റായിരുന്നു. പിന്നെ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ കുറേ കാലമായ രക്ഷാധികാരിയായിരുന്നു. ഈ കേരള വ്യാപാരി വ്യവസായി സമിതി എന്ന് പറഞ്ഞാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന വ്യാപാരികളുടെ സംഘടനയാണ്. അപ്പോൾ വ്യാപാരികളുടെ സംഘടന എന്ന് പറഞ്ഞാൽ അതും ഫണ്ട് റൈസിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. പിന്നെ ഫണ്ട് റൈസർ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ബോണ്ട് വിവാദ കാലം, സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി വാങ്ങിയത്, ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം വാങ്ങിയത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ അത് EP ജയരാജനിലേക്കാണ് എത്തുക. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോലി, പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫണ്ട് സമാഹരണം, മറ്റൊന്ന് സംഘാടനമാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോൾ പാർട്ടിക്കകത്ത്. അദ്ദേഹം ഒരു ഒരു ജനപ്രതിനിധിയായോ മന്ത്രിയായോ സാമാജികനായോ ഒന്നും അല്ല അദ്ദേഹം പാർട്ടിയിൽ തൻ്റെ റോൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റോൾ നിർവഹിക്കുന്നയാൾ, പിണറായി വിജയനോട് വളരെ അടുപ്പം പുലർത്തുന്നയാൾ, പിണറായി വിജയൻ്റെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കുന്ന ഒരാൾ എന്ന നിലയിൽ EP ജയരാജൻ എങ്ങനെയാണ് ദല്ലാൽ നന്ദകുമാറുമായി നിരന്തരം സമ്പർക്കം പുലർത്തുക? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പോൾ EP ജയരാജൻ പിണറായിയുമായിട്ട് വേറെ അർത്ഥത്തിൽ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ലാതിരിക്കെ രാജ്ഭവൻ മാർച്ചിൽ നിന്ന്, LDFൻ്റെ രാജ്ഭവൻ മാർച്ചിൽ നിന്ന് LDF കൺവീനർ വിട്ടു നിൽക്കുകയും അതേ ദിവസം തന്നെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ ഏതോ സപ്തതി ചടങ്ങിൽ പോയി പങ്കെടുക്കുകയും സദ്യ കൊണ്ടുകയും ചെയ്യുന്നു. ഇതേ ദല്ലാൽ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് കയറി എന്നോട് വിളിച്ചു വെച്ചിട്ടല്ലേ വരിക, ഇതുവഴി പോയപ്പോൾ കയറിയതാ. അങ്ങനെ അതൊരു വീടാണെങ്കിലും ഓക്കെ, അതിലെ ഫ്രണ്ടിലൂടെ വഴിയിലൂടെ വണ്ടി പോകുമ്പോൾ നിർത്തിയിട്ട് കയറി ബെല്ലടിക്കാം. ഒരു ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല, ഫ്ലാറ്റിലേക്ക് വിളിച്ചു വെച്ചിട്ട് ചെല്ലാൻ പറ്റും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഫ്ലാറ്റുകളിൽ നിന്ന് സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് പറയണം ആര് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അനുമതി കിട്ടിയാൽ ഗേറ്റ് തുറക്കും. ഇപ്പോഴത്തെ ഒരു ഫ്ലാറ്റുകളുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അത് എന്തല്ല അവിചാരിതമായി കയറി ചെന്നപ്പോൾ ചായ കുടിച്ചാല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, പിണറായി വിജയൻ ഈ ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ്റെ ബന്ധം എതിർക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ ബന്ധം തുടരാനായത്? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു മറ്റേ നന്ദകുമാറിൻ്റെ അമ്മയുടെ ചടങ്ങിൽ പോയി പങ്കെടുത്തിട്ട്. എന്നിട്ട് അതിനുശേഷം പിന്നീട് ജാവ്ദേക്കറേയും കൂട്ടി ദല്ലാൽ നന്ദകുമാറിന് EP ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ ചെല്ലാൻ പറ്റുമെങ്കിൽ അതൊരു ഡ്യൂബിയസ് ആണ്. ഒരേ സമയം പിണറായി വിജയൻ ആ ബന്ധത്തെ എതിർക്കുക, മറുവശത്ത് ഇത് അനസ്യൂതം തുടരുക. ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടേതാണ്. അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് പറയാം, എൻ്റെ അല്ല എൻ്റെ മകൻ്റെയും ഭാര്യയുടെയാണെന്ന് പറഞ്ഞ് ഒഴിയാം, രാഷ്ട്രീയമായി അദ്ദേഹത്തിന് കൈയിടാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരിലുള്ള ഒരു റിസോർട്ടിൽ എങ്ങനെയാണ് BJP-യിൽ പിൽക്കാലത്ത് കയറിപ്പറ്റിയ ഒരു
സഹസ്ര കോടീശ്വരൻ്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇത് കേവലം ബിസിനസ് പ്രശ്നമല്ല, ഇതൊരു ബിസിനസ് പ്രശ്നമേ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടി നേതാവിൻ്റെ മകനോ ഭാര്യയ്ക്കോ ബിസിനസ് നടത്താൻ പാടില്ലെന്നോ റിസോർട്ട് നടത്താൻ പാടില്ല, സംരംഭം തുടങ്ങാൻ പാടില്ല ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് പണം സമ്പാദിക്കാം. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമൊന്നുമല്ല, സ്വകാര്യ സ്വത്ത് സമ്പാദനം എതിർത്തിട്ടൊന്നുമില്ല, അതൊക്കെ ആവാം. പക്ഷേ ആ കമ്പനിയെക്കുറിച്ച് ആ കമ്പനിയിലെ നിക്ഷേപത്തെക്കുറിച്ച് പാർട്ടിക്ക് അകത്ത് തന്നെ ചർച്ചയുണ്ടാവുക. പി ജയരാജൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അത് ഉന്നയിക്കുക, അത് പുറത്ത് ആ വാർത്ത സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ചോർന്ന് മാധ്യമങ്ങളിൽ വരിക. അതിനുശേഷം ആ കമ്പനിയിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുക. റെയ്ഡിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ കമ്പനി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് വിശദീകരിക്കുക പാർട്ടി? അത് വിശദീകരിക്കണമല്ലോ. കാരണം ഇപ്പോഴും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിരാമയ വൈദേകം റിസോർട്ട് ലിമിറ്റഡ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ഇപ്പോഴും അവർ തമ്മിൽ കൊളാബറേഷൻ ഉണ്ട്. അതിന് ഇത് വിവാദമായ സമയത്ത് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ആ ബന്ധം ഉപേക്ഷിക്കണം, അവിടുത്തെ ഞങ്ങളുടെ ഷെയർ വിറ്റൊഴിയാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ആ ഷെയർ വഴി എൻ്റെ കുടുംബത്തിൻ്റെ ഷെയർ വഴി അത് പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് കളങ്കമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. നിഷ്കളങ്കനായ ഇ പി ജയരാജൻ ഇന്നലെ പോളിംഗിൻ്റെ സമയത്ത് നിഷ്കളങ്കതയോടെ പറഞ്ഞതുപോലെ അദ്ദേഹം നിഷ്കളങ്കമായി തന്നെ പറയുകയാണ് അത് കളങ്കമാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കളങ്കം പാലക്കാട് പ്ലീനത്തിന് ശേഷം പാർട്ടിയിൽ തുടരുന്നുണ്ടെങ്കിൽ അതിന് പാർട്ടി മറുപടി പറയണ്ടേ? അത് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത്. ടി ജി നന്ദകുമാറുമായി എങ്ങനെയാണ് ഇ പി ജയരാജൻ LDF കൺവീനർ, ഇ പി ജയരാജൻ എന്നുള്ളതല്ല, LDF കൺവീനർ എങ്ങനെയാണ് വീണ്ടും സൗഹൃദം പുലർത്തുന്നത്? ഒരു BJP പ്രഭാരിയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ പാകത്തിനുള്ള സൗഹൃദം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും വിശദീകരിച്ചേ മതിയാവും. യെസ്, നാസർ, പ്രതിപക്ഷം പ്രധാന ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇ പിയെ തള്ളി പറയുകയാണ് ചെയ്തതെന്നാണ്. അതൊരു ചോദ്യമല്ലേ? മുഖ്യമന്ത്രി അറിയാതെ ഈ ഇടപാടുകളും ഈ കൂടിക്കാഴ്ചകളും ഒക്കെ നടക്കുമോ? അതിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ജിപ്സ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു. ഒന്ന്, മുഖ്യമന്ത്രി ഇന്നലെ വോട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് വിശദീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു സംഗതി ഇതാണ്. ഇപ്പം പ്രകാശ് ജാവദേക്കറുമായി സംസാരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. തെറ്റില്ല, ഞാനും സംസാരിച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും സംശയമായിട്ട് തോന്നിയ മൂപ്പര് അതെന്തിനും ഇന്നലെ പറഞ്ഞു എന്നാണ്. ഞാനും സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പിൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ പറയുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നോക്ക്, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവർക്ക് ബന്ധമുണ്ടെങ്കിലോ പ്രശ്നം. ഏതായിരിക്കും ഇവർ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയ വേദി? ഇപ്പം മറ്റേ ആൾ കേന്ദ്രമന്ത്രി പോലും അല്ല, 1 വർഷം മുമ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ്. ഒരു വർഷത്തിലല്ല 2 വർഷത്തോളായി മൂപ്പര് കേന്ദ്രമന്ത്രി അല്ലാതായിട്ട്. ഇപ്പം മൂപ്പര് കേരളത്തിലെ അവരുടെ പാർട്ടിയുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ആൾ മാത്രമാണ്. അങ്ങനത്തെ ഒരാളുമായിട്ട് ഏത് വേദിയിൽ വെച്ചായിരിക്കും മുഖ്യമന്ത്രി കണ്ടെങ്കിൽ അത് ഏത് വേദിയായിരിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയാണെങ്കിൽ പിന്നെ ഇതിൽ പോലും യാത്ര ചെയ്യാതെ, തീവണ്ടിയിൽ പോലും യാത്ര ചെയ്യാത്ത ആളാണ്. അവർക്ക് കാണാനുള്ള വേദി ഏതാണെന്നുള്ളൊരു പ്രശ്നം വേറെ. ഇത് സംഗതി അതല്ല. മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് കാണാം, പ്രകാശ് ജാവദേക്കറുമായിട്ട് കാണാം, കണ്ട് സംസാരിക്കാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംശയത്തിൻ്റെ നേരിൽ നിൽക്കുന്ന ഒരാൾ ഇതിന് സാക്ഷിയായി എന്നുള്ളത് നമ്മൾ കാണണം എന്നാണ്. അത് പ്രത്യേകിച്ച് കാണണം. ദല്ലാൽ നന്ദകുമാർ ഈ സംസാരത്തിൽ സാക്ഷിയായത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം, അല്ലെങ്കിൽ സംസാരിച്ചതല്ല. അതാണ് ഇതിലൊരു പ്രശ്നം. 2, ഈ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ പറഞ്ഞു തീർത്തത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തോ ഡീല് സംസാരിക്കാൻ പോയിട്ട് പിന്നെ എന്നൊരു കാര്യം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ള ഡീല് സംസാരിക്കാനാണ് പോയത് എന്ന്. എന്നാൽ ഈ സംഭവം ആദ്യം പുറത്ത് പറയുകയും ഇതിന് വഴിമരുന്നിടുകയും ഈ വിവാദത്തിന് വഴിമരുന്നിടുക മാത്രമല്ല ഇ പി ജയരാജനും BJPയും തമ്മിലുള്ള സംസാരത്തിന് വഴിമരുന്നിടുക. പിന്നെ ശോഭ സുരേന്ദ്രൻ അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ശോഭയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ശോഭ പറയുന്നത് ഇത് 2 തരത്തിൽ. ഇപ്പോൾ അജിംസി ചോദിച്ചല്ലോ എങ്ങനെ ഇത് 1 വർഷത്തിലധികം തുടരാനായതെന്ന്. അതാണ് പ്രധാനം. 1 വർഷത്തിലധികം എങ്ങനെ തുടരാനായെന്ന് മാത്രമല്ല എന്താണ് 1 വർഷത്തിലേറെക്കാലത്ത് സംഭവിച്ചത്. അപ്പോൾ ശോഭ സുരേന്ദ്രൻ പറയുന്നതനുസരിച്ച് 2003 തുടക്കത്തിൽ 2003 ജനുവരി മുതൽ തന്നെ വെച്ചാൽ ഈ പല ഭാഗത്തു നിന്നും ഒഴിവാക്കപ്പെട്ടിട്ട് ഇപ്പോൾ അന്ന് കൺവീനറായിട്ടില്ല, ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ചു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ചിട്ട് സംസ്ഥാന സെക്രട്ടറി ആയില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവുമെന്ന് വിചാരിച്ചിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവണമെന്ന് ഇ പി വിചാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വിചാരിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. അന്നത്തെ ഒരു സംഭവം ഇന്നാള് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പക്ഷേ അതിലൊരു സംഭവം ഉള്ളത് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സാധനം നമ്മളെടുത്ത് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയി കഴിഞ്ഞ ശേഷം ഗോവിന്ദ മാഷിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങുന്നു. കാസർഗോഡ് നിന്ന് ജാഥ തുടങ്ങുന്ന സമയത്ത് ഇ പി
ആ ജാഥയിൽ പങ്കെടുത്തിട്ടില്ല. ഇത് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ ജാഥ കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിലെത്തിയ ദിവസം അവിടെ യുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്കായിരുന്നു പങ്കെടുത്തത്. ക്ഷേത്ര പരിപാടിക്ക് സംബന്ധിച്ചു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ക്ഷേത്രങ്ങളാണ് ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ പിന്നെ സമ്പൽ സമൃദ്ധിയും അതിൻ്റെ ഐശ്വര്യവും കൊണ്ടുവരുന്നത് ക്ഷേത്രങ്ങളാണ് എന്ന്. ഇത് പിന്നെ EPA പോലെ ഒരാൾ ഇങ്ങനെ നിഷ്കളങ്കമായി യാദൃശ്ചികമായി പറഞ്ഞു പോയതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം ആ 2003 ജനുവരിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ശോഭ സുരേന്ദ്രൻ ഇന്ന് പിന്നെ ഇൻ്റർവ്യൂവിൽ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇവർ 2 തവണയായിട്ട് ഇവർ ഇവിടുന്ന് പിന്നെ ഡൽഹിയിലേക്ക് പോയി. ഇവിടുന്ന് ഒക്കെ സംസാരിച്ചുറപ്പിച്ച് ഡൽഹിയിലേക്ക് പോയി. പിന്നെ ദല്ലാർ നന്ദകുമാറിൻ്റെ കൂടിയിട്ടായിരുന്നു ജയരാജൻ വന്നത്. വേറൊരു വിമാനത്തിൽ ശോഭൻ പോയി. ഇതെല്ലാം നന്ദകുമാരും ജയരാജനും കൂടിയാണ് വേറെ വിമാനത്തിൽ ചെന്നത്. അപ്പോൾ തന്നെ അവിടെ വെച്ച് ഇവർ പലതവണ സംസാരിച്ച സമയത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഇവർ തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. ഇവർ പറയുന്നത് സംസാരം EP ജയരാജൻ BJPയിൽ ചേരുന്നു എന്നത് തന്നെയാണ്. എന്നിട്ട് ഇവർ സംസാരിച്ചു. അവസാനം EP ജയരാജനെ BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ച് അവർ പരസ്പരം കാണാനുള്ള അവരുടെ കൂടിക്കാഴ്ചകളുടെ ഷെഡ്യൂൾ സമയം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം EPക്ക് കേരളത്തിൽ നിന്നൊരു ഫോൺ വന്നു. അത് ശോഭ കരുതുന്നത് അത് പിന്നെ ഭീഷണിയാണ് എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഫോൺ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം EP ആരോടും പറയാതെ ഇവരോടൊന്നും പറയാതെ അവർ പെട്ടെന്ന് അവിടെ നിന്നും കൂടി തിരിച്ചു പോന്നു. EP തിരിച്ചു പോന്നു. അങ്ങനെ ഇത് പിന്നെ പൊളിഞ്ഞു എന്നാണ്. ആ കാഴ്ച പൊളിഞ്ഞു. അത് 2003 തുടക്കത്തിലാണ്. പിന്നെ ഇപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്ന ഈ ജയരാജൻ്റെ മകൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് പിന്നെ ഇവർ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം അത് അറിയില്ല എന്നാണ് ശോഭ പറയുന്നത്. അങ്ങനത്തെ ഒരു കൂടിക്കാഴ്ച എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ കൂടിക്കാഴ്ച ഇതാണ്. അപ്പോൾ അതിൽ ശോഭന പറയുന്ന പ്രശ്നം പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ അയാൾ കൊണ്ടുവന്നിട്ട് മാത്രമല്ല, ഇത് സംസാരിച്ച് തുടങ്ങിയപ്പം നന്ദകുമാർ പിന്നെ ഈ വിലവേശാൻ തുടങ്ങി. നന്ദകുമാറിൻ്റെ ഈ സ്ഥിരം പരിപാടി, ഒരു ദല്ലാളിൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്നുള്ള ഈ സാധനത്തിലും ദല്ലാൽ നന്ദകുമാർ സംസാരിക്കാൻ തുടങ്ങി. ദല്ലാൽ നന്ദകുമാർ പിന്നെ ടൈംസ് സംസാരിക്കാൻ തുടങ്ങി. കമ്മീഷൻ ഇപ്പം ശോഭയുടെ സംശയം ഈ ദല്ലാൽ നന്ദകുമാർ ടൈംസ് സംസാരിക്കാൻ തുടങ്ങിയപ്പം ശോഭ ചോദിച്ചോളൂ, നിങ്ങളാരാണ് ജയരാജന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്? ജയരാജനും പാർട്ടി ഇത് വേറെ സംസാരമാണല്ലോ, അതിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിന്നെ മുഷിഞ്ഞതിന് ശേഷം ശോഭ വിചാരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ് പിന്നെ CPMക്കുള്ള കേരള നേതൃത്വത്തിന് ഈ സാധനം അറിയിച്ചത്. ഇയാൾ 2 ഭാഗത്തുനിന്ന് കമ്മീഷൻ അടിക്കുന്ന ഡബിൾ ഏജൻറ്റിനെ പോലെ തന്നെ ഈ കാര്യത്തിലും സംസാരിച്ചു. അങ്ങനെ ഇയാൾ തിരിച്ച് ഇങ്ങോട്ട് വിവരം ഒറ്റ കൊടുത്തപ്പം ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇയാൾ തിരിച്ചു പോകുന്നതാണ്. ഏതാണെങ്കിലും ഇതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ഈ അജിംസ് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. 2021 ജനുവരി മുതൽ ഈ 2024 മെയ് വരെ ഇതിങ്ങനെ നീണ്ടു തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ ഞാൻ കാണുന്നത് അത് ഇത്ര തന്നെ നീണ്ടു കിടക്കുകയാണെങ്കിൽ അത്ര തന്നെ നിരാശ ജയരാജൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഇത്ര തന്നെ നീണ്ടു കിടക്കുകയായിരുന്നു. ഇത് ജയരാജൻ പിന്നെ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞതിൽ തന്നെ ഇങ്ങനെയല്ലല്ലോ ഒരു പാർട്ടി അങ്ങത്തെ പോലും സെൻഷർ ചെയ്യൽ. പരസ്യശാസന എന്നൊക്കെ പറഞ്ഞാൽ പരസ്യശാസനക്ക് തീരുമാനിച്ച ശേഷം പാർട്ടി ഘടകം, ആ പാർട്ടിയുടെ ഘടകം ഏതാണെന്ന് തീരുമാനിച്ച ശേഷമാണല്ലോ പരസ്യശാസനം. ഇപ്പം സംഗതികൾ ആകെ മാറുകയും ഇപ്പോഴത്തെ സ്ഥിതിക്ക് എന്താ വെച്ചാൽ കൺവീനർ ആണെങ്കിൽ കൺവീനർക്ക് എന്താ പണി, പിന്നെ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് എന്താ പണി? ഇപ്പോൾ പിണറായി സഖാവ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിക്ക് ആയിരുന്നില്ല പിന്നെ പൊസിഷൻ. പിണറായി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ചുമതലയൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഫയലുകൾ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് AK സെൻറ്ററിൽ എത്തേണ്ടിയിരുന്നു. മൂപ്പര് പാർട്ടി സെക്രട്ടറി മാറിയിട്ട് മൂപ്പര് പിന്നെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ കഥയാകെ മാറി, മുഖ്യമന്ത്രിക്കായി ഇത്. ഇപ്പം പിന്നെ കൺവീനർ ആണെങ്കിൽ കൺവീനർക്ക് പണിയില്ല, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിക്ക് പണിയില്ല, പിന്നെ എന്താണ് സ്പീക്കറാണെങ്കിൽ നിയമസഭയിൽ സ്പീക്കർക്ക് പണിയില്ല. എല്ലാ പൊസിഷനും എല്ലാ പണിയും എല്ലാ റോളും ഒരാൾക്ക് മാത്രം ആയപ്പോഴുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഈ കൺവീനറെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും മൂപ്പരുടെ വേറെ വഴി നോക്കി കാണില്ലേ? അതിപ്പം പിന്നെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ BJP പോകാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ BJPക്കാർക്ക് ചേരാൻ പറ്റുന്നൊരു പാർട്ടി പിന്നെ CPM-ആണ്. അപ്പോൾ OK വാസുവിനെ പോലത്തെ ആൾക്കാർക്ക് പോലും വന്ന് ചേരാൻ പറ്റുന്നൊരു പാർട്ടി CPM ആണെങ്കിൽ AP ജയരാജനെ പോലത്തെ ഒരാൾക്ക് പോകാൻ പറ്റുന്ന പാർട്ടി BJP ആയിരിക്കില്ല. ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? രാഷ്ട്രീയക്കാർക്ക് അവരുടെ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു പരിപാടി. ഇപ്പം ദല്ലാളിൻ്റെ പരിപാടി, നന്ദകുമാറിൻ്റെ പരിപാടി ദല്ലാൽ പണിയാണ് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഈ പറഞ്ഞ പോലെ ഫണ്ട് റൈസിങ് രാഷ്ട്രീയത്തിൽ ഈ മൂപ്പരുടെ പണി നോക്കണ്ടേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയത്തും നോക്കണ്ടേ? നിർത്തി വീട്ടിലിരിക്കാൻ മാത്രമല്ല ലാഭം ആ ഹോട്ടലോട് ഉണ്ടാവില്ലല്ലോ. യെസ്, എന്തായാലും EP ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ട്. അത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു ആ കൂടിക്കാഴ്ച എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതാണ്. ഇനി പാർട്ടി അറിയാതെയാണ് ജാവ്ദേക്കറെ കണ്ടതെങ്കിൽ ഇനി പാർട്ടി എന്ത് നടപടി ജയരാജനെതിരെ എടുക്കും എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം, കാത്തിരുന്ന് കാണാം.